എല്ലാവർക്കും ശരത്'സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിവോയുടെ V20 Pro 5G ഈ ഫോൺ ആക്ച്വലി കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്മൾക്ക് തായ്ലൻഡിൽ ലോഞ്ച് ആവുന്നത് കാണാൻ പറ്റി. അപ്പോൾ ഈ സെയിം 5G ഫോൺ ഇന്ത്യയിൽ ഇതാ ലോഞ്ച് ആവാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു വിവോ V20 Pro 5Gയിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷനാണ് കിട്ടുന്നത്, ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രൈസിങ് എത്രയാണ്, ഇത് എന്നാണ് ഇന്ത്യയിൽ ലോഞ്ച് ആവാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രധാനമായും വിവോ V20 Pro 5Gയിൽ വരുന്ന ഒരു 6.44 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് ആയിട്ടൊരു സൂപ്പർ ആമോലെഡ് പാനലാണ് വരുന്നത്. ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മുടെ ആൻഡ്രോയിഡ് 11 ഫൺ ടച്ച് OS 11ലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന പ്രോസസർ സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും പുതിയ 765G എന്ന് പറഞ്ഞൊരു SoC ആണ്. സോ ഇതൊരു 5G എനേബിൾഡ് ആയിട്ടുള്ള ഒരു മോഡമുള്ള SoC ആണ്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഒരു 8GB റാമും 128GB ഇന്റേണൽ മെമ്മറിയുമാണ്. അപ്പോൾ ആക്ച്വലി ഇത് ഒരൊറ്റ വേരിയൻറ്റ് മാത്രമേ ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളൂ, ഈ ഒരു 8GB 128GB മോഡൽ. ഇതിൽ കുറവുള്ള മോഡൽ വേറെ ഉണ്ടോ എന്നുള്ളത് നമ്മൾക്ക് ലോഞ്ച് ഇവന്റിൽ കാത്തിരുന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. ഈ ഫോണിൽ വരുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. അപ്പോൾ പ്രൈമറി ക്യാമറ എന്ന് പറയുന്ന ഒരു 64 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ നമ്മളുടെ സാംസങ്ങിൻ്റെ ISO Cell GW1 എന്ന് പറയുന്ന സെൻസറാണ്. അതേപോലെ സെക്കൻഡറി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത്. മൂന്നാമത്തേത് ഒരു 2 മെഗാപിക്സലിൻ്റെ മോണോക്രോം സെൻസറാണ് ഈ ഫോണിൽ വെച്ചിരിക്കുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. എന്നാൽ പ്രൈമറി ക്യാമറ ഫ്രണ്ടിൽ വരുന്ന ഒരു 44 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. അതിനോടൊപ്പം പെയർ ചെയ്തിരിക്കുന്നത് ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫോണിൽ നമ്മൾ യൂഷ്വലി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 5000 mAh ബാറ്ററി ആയിരിക്കാം. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഈ ഫോണിൽ നിങ്ങൾക്ക് 4000 mAh ബാറ്ററി മാത്രമേ വരുന്നുള്ളൂ. മേ ബി ഫോം ഫാക്ടർ കുറച്ച് തിന്നാക്കാനായിട്ടും അതേപോലെ കുറച്ച് വെയിറ്റ് കുറയ്ക്കാനും വേണ്ടി നോക്കിയതാവാം. എന്നാൽ പോലും ഇന്നത്തെ കാലത്ത് മിക്ക ഫോണിലും 5000 കണ്ടുവരുന്ന സ്ഥിതിക്ക് ഇതിൽ കുറച്ച് കുറവാണ് ബാറ്ററി, 4000 ഉള്ളൂ. എന്നാൽ ഇത് പെട്ടെന്ന് ചാർജ് ആവുന്നതായിരിക്കും, കാരണം ഇതിൽ 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റിയും ഫാസ്റ്റ് ചാർജറും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഫോൺ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ കണക്ടിവിറ്റി ഓപ്ഷൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5G കിട്ടുന്നുണ്ട്, 4G കിട്ടുന്നുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്തും വൈഫൈയും കിട്ടുന്നുണ്ട്. അതേപോലെ GPS കാര്യം നോക്കുകയാണെങ്കിൽ GPS, AGPS, നമ്മുടെ നാവിക് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ USB Type-C ആണ് പോർട്ട് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. ഇനി പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ ആക്ച്വലി ഈ ഫോൺ ഡിസംബർ 2-ാം തീയതി, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ലോഞ്ച് ആവാൻ പോകുന്നത്. എന്നാൽ അതിന് മുന്നേ തന്നെ പല വെബ്സൈറ്റുകളിലും ഇതിൻ്റെ പ്രൈസ് ലീക്കായി. നമ്മുടെ റിലയൻസിൻ്റെ വെബ്സൈറ്റിലും പൂർവിക മൊബൈലിൻ്റെ വെബ്സൈറ്റിലൊക്കെ ലീക്കായിരുന്നു. സോ ആ പ്രൈസ് എന്ന് പറയുന്നത് 29,990 റുപ്പീസാണ് നമ്മുടെ 8GB 128GB വേരിയൻറ്റിന് വരുന്ന പ്രൈസിങ്. എന്നാൽ ഇതിൽ നിന്നും കുറയുമോ കൂടുമോ എന്നുള്ളതെല്ലാം നമുക്ക് ലോഞ്ച് ഇവൻറ്റ് കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്നാലും ഏകദേശം ഈ ഒരു റേഞ്ച് ആയിരിക്കും ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. അതേപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഡിസംബർ 2-ാം തീയതി 12 മണിക്കാണ് ഇതിൻ്റെ ലോഞ്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.